തച്ചലിനത്തമ്മയുടെ മണ്ണിലേക്ക് ഇതാ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി UDFിൻ്റെ ചാത്തന്നൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സൂരജ് രവി എത്തിയിരിക്കുന്നു. തച്ചലിനത്തിൻ്റെ മണ്ണിലേക്ക് ഇതാ സൂരജ് രവി എത്തിയിരിക്കുന്നു. പൊങ്കാലയിൽ പങ്കെടുക്കുന്ന സ്ത്രീജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും തച്ചലിനത്തമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനും UDFിൻ്റെ ചാത്തന്നൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സൂരജ് രവി ഇതാ തച്ചലിനത്തമ്മയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. പൊങ്കാലയിൽ പങ്കെടുക്കുന്ന സ്ത്രീജനങ്ങളെ കാണുന്നതിനും വോട്ടഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി ചാത്തന്നൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സൂരജ് രവി തച്ചലിനത്തമ്മയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. പർപ്പിൾ മീഡിയ പ്രേക്ഷകരോട് സൂരജ് രവി UDF സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് തച്ചലിനത്തമ്മയുടെ മണ്ണിലേക്ക് ആദ്യം വരുന്ന സ്ഥാനാർത്ഥിയാണ് താങ്കൾ. എന്തു തോന്നുന്നു? തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഈ പുണ്യപുരാതനമായ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇന്നിവിടെ പൊങ്കാല നടക്കുന്നു എന്ന് അറിഞ്ഞാണ് എത്തിയത്. സഹോദരന്മാരെയും പ്രത്യേകിച്ച് സഹോദരിമാരെയും അമ്മമാരെയും എല്ലാം കണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാനായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ UDF സ്ഥാനാർത്ഥി എന്ന തരത്തിൽ എന്താണ് ഇപ്പോൾ ഇവിടെ നിരവധി സ്ത്രീകൾ ഈ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും ഈ കാവിന് 32 കരക്കാരുണ്ട്. ആറ്റിങ്ങൽ മുതൽ ഏകദേശം പെരിനാട് വരെയുള്ള ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പൂതക്കുളം, ചിറക്കര, കല്ലുവാതക്കൽ, ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ, പുയ്യപ്പള്ളി പഞ്ചായത്ത് അടങ്ങുന്ന ഈ മണ്ഡലത്തിലെ സ്ത്രീജനങ്ങളാണ് കൂടുതലും ഇവിടെ പൊങ്കാല സമർപ്പിക്കുന്നതിനും ദേവിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിനും എത്തിയിരിക്കുന്നു. ഈ മണ്ഡലത്തിലെ സ്ത്രീകളോട് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ സൂരജ് രവിക്ക് എന്ത് വാഗ്ദാനമാണ് തച്ചലിനത്തമ്മയുടെ മണ്ണിൽ നിന്ന് കൊടുക്കാനുള്ളത്? അല്ല, വാഗ്ദാനങ്ങൾ ഒന്നും കൊടുക്കാനില്ല. വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങളല്ല, നമ്മൾ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും UDF എപ്പോഴും ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നണിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്ത്രീകൾക്ക് ആദരവ് കൊടുക്കുകയും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അതീവമായ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്ന പാർട്ടി മുന്നണിയുമാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മമാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, 10 വർഷക്കാലം മുമ്പ് സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലേക്ക് എത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 10 വർഷക്കാലത്തെ കാലയളവിൽ കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന ഭീകരമായിട്ടുള്ള അതിക്രമങ്ങളുടെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഓക്കെ, അങ്ങ് കേരളത്തിലെ പ്രഗത്ഭനായ പത്രപ്രവർത്തകനും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകനുമായ തോപ്പിൽ രവിയുടെ മകനാണ്. തോപ്പിൽ രവിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അങ്ങ് തൻ്റെ പിതാവിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകനാവാൻ കഴിയുമോ? അല്ല, പിതാവിനോടൊപ്പം കിടപിടിക്കുന്ന മത്സരമല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ പിതാവ് വളരെ ഔന്നത്യത്തിൽ നിന്നിട്ടുള്ള ഒരു നേതാവാണ്. പക്ഷേ അകാലത്തിൽ അന്തരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔന്നത്യത്തിലേക്ക് ഒരിക്കലും എനിക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ പോലും വിശ്വസിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ ജയാശംസകളും തച്ചലിനത്തമ്മയുടെ മണ്ണിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.